ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഹിമാമിസ് ആണ് മക്കളെ. ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി എന്ന ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ റിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ചാപ്റ്റർ നമ്മൾ ലൈവിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോദ്യം നോക്കാം അല്ലേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ്? അതിൽ മിക്സഡ് ഫാമിങ്ങിൻ്റെ ഗുണങ്ങളാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് മിക്സഡ് ഫാമിംഗ് ആണ് ആദ്യമായിട്ട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി രീതികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം അതിൽ? യെസ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലേ, ഉപജീവന കൃഷി. മിക്സഡ് ഫാമിംഗ്, സമ്മിശ്ര കൃഷി. എന്താണ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലേ, അതായത് തോട്ടവിള കൃഷി. അതുപോലെ കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലേ, അതായത് വാണിജ്യ വിള കൃഷി. എന്നിങ്ങനെ എന്താണ് പ്രധാനപ്പെട്ട കൃഷി രീതികൾ ഉണ്ട്. അതിൽ നമ്മളോട് എന്തിൻ്റെ ബെനിഫിറ്റ്സാണ് ചോദിച്ചത്? മിക്സഡ് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. യെസ്, ഒരുപാട് ബെനിഫിറ്റ്സ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഒരു ലാൻഡിൽ നമ്മൾ ഒന്നിലധികം ക്രോപ്സ് കൃഷി ചെയ്യുക, അതിൻ്റെ കൂടെ എന്താണ് കന്നുകാലികളെ വളർത്തുക, കോഴീനെ വളർത്തുക അല്ലേ, അതൊക്കെ എന്താണ് ഇതിൽ വരുന്നത്, മീൻ വളർത്തുക, അതൊക്കെ നമ്മുടെ മിക്സഡ് ഫാമിങ്ങിൽ വരുന്നതാണ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സഡ് ഫാമിങ്ങിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഒരു സൈഡിൽ നമ്മൾ എന്താണ് ക്രോപ്സ് കൃഷി ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ എന്താണ് നമ്മൾ പശുവിനെയും കോഴീനെയൊക്കെ വളർത്തൂലേ. അപ്പം നമ്മുടെ എന്താണ് പശുക്കൾക്കും കോഴികൾക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്ക് എന്താണ് നമ്മുടെ ക്രോപ്സിൽ നിന്ന് അല്ലേ, ഇലകളൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ നമ്മുടെ ക്രോപ്സിന് വേണ്ട വളങ്ങൾ, മാനറൊക്കെ എന്താണ് നമ്മുടെ കോഴിയുടെയും പശുവിൻ്റെ ഒക്കെ എന്താണ് ചാണകമൊക്കെ നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഹെൽപ്ഫുൾ ആണ് അല്ലേ. അപ്പോൾ എന്താണ് മിക്സഡ് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കന്നുകാലികൾക്കുള്ള തീറ്റ എവിടുന്ന് കിട്ടുന്നു? കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു അല്ലേ. ലൈഫ് സ്റ്റോക്ക് ഫുഡ് കം ഫ്രം അഗ്രികൾച്ചർ. ഓക്കെ, അതായത് എന്താണ് അവരുടെ ഫീഡ് അല്ലേ, ലൈഫ് സ്റ്റോക്കിൻ്റെ എന്താണ് ഫീഡ്, എന്താണ് ഭക്ഷണം അല്ലേ, അതായത് കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഫുഡൊക്കെ എന്താണ് അഗ്രികൾച്ചറിൽ നിന്ന് അല്ലേ, കൃഷിയിടങ്ങളിൽ നിന്ന് എന്താണ് ലഭിക്കുന്നു അല്ലേ. അതായത് നമ്മുടെ പശുവിനും ആണെങ്കിലും കോഴിക്കാണെങ്കിലും താറാവിനാണെങ്കിലും ഇവർക്കൊക്കെ ഉള്ള ഫുഡ് നമുക്ക് എന്താണ് യെസ്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഉള്ള ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണ് കൃഷിയിൽ നിന്ന് തന്നെ എന്താണ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അതുപോലെ കൃഷിക്ക് ആവശ്യമുള്ള വളം എന്താണ് കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, മാന്യൂർ റിക്വയർഡ് ഫ്രം അഗ്രികൾച്ചർ ഈസ് ഓൾസോ ഒബ്റ്റെയിൻ ഫ്രം ലൈഫ് സ്റ്റോക്ക് അല്ലേ. അതായത് എന്താണ് യെസ്, ഈ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ, കന്നുകാലികളിൽ നിന്നുള്ള വളം എന്താണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്താണ് മാനുവർ നമ്മുടെ കൃഷിക്ക് എന്താണ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ചെലവ് താരതമ്യേന കുറവായിരിക്കും. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി റിലേറ്റീവ്ലി ലോ, കുറച്ചായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ മിക്സ്ഡ് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തത്, വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്സ്, എക്സ്പ്ലെയിൻ വിത്ത് എൻ എക്സാമ്പിൾ അല്ലേ. അതായത് നമ്മളോട് ചോദിച്ചത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ക്രോപ്സ്, കാർഷിക വിളകൾ ഏതൊക്കെയാണ്, എക്സാമ്പിൾ സഹിതമാണ് ചോദിച്ചത്. നമുക്കറിയാം ഫുഡ് ക്രോപ്സും ഉണ്ട്, ക്യാഷ് ക്രോപ്സും ഉണ്ട്. അതായത് ഭക്ഷ്യവിളകളുണ്ട്, നാണ്യവിളകളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണെന്ത് ഫുഡ് ക്രോപ്സ് അല്ലേ. നമ്മൾ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നതോ വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളാണ് നാണ്യവിളകൾ. ക്രോപ്സ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആർ കോൾഡ് ക്യാഷ് ക്രോപ്സ്. ഓക്കെ, അതാണ് ക്യാഷ് ക്രോപ്പ്. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ഫുഡ് ക്രോപ്സിൽ റൈസ്, വീറ്റ്, ട്യൂബേഴ്സ്, മില്ലറ്റ്സ് അതൊക്കെ അല്ലേ, കഴിക്കുന്ന എന്താണ് ഫുഡ് ക്രോപ്സിൽ നമുക്ക് എഴുതാം. അതുപോലെ ക്യാഷ് ക്രോപ്സിൽ എന്താണ് നമുക്ക് കോട്ടൺ, ജൂട്ട്, റബ്ബർ, ഓയിൽ സീഡ്സ് ഒക്കെ എന്താണ് ക്യാഷ് ക്രോപ്സിൽ വരുന്നത്. അത് വ്യാവസായിക ആവശ്യങ്ങൾ അല്ലേ. ഇത് പരുത്തിയിൽ നിന്ന് നമുക്ക് വസ്ത്രം കിട്ടുന്നില്ലേ, അതുപോലെ ജൂട്ടിൽ നിന്നും റബ്ബറിൽ നിന്നും ഒക്കെ എന്താണ് റബ്ബറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടയറൊക്കെ അല്ലേ. അതായത് നമ്മളെന്താ ടയറൊക്കെ കിട്ടുന്ന റബ്ബർ, അതൊക്കെ ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് കൂടുതൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾ എന്താണ് എക്സാമ്പിൾ സഹിതം എഴുതുക കേട്ടോ. അതുപോലെ അടുത്തത്, ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ? പിതാവ് ആരാണ്? ഡോക്ടർ M.S. സ്വാമിനാഥൻ ആണ് അല്ലേ. അതുപോലെ ഗ്രീൻ റവല്യൂഷന്റെ മെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു? യെസ്, ഇതാളെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധന വന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? അതായത് നമുക്ക് എന്താണ്
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ കാർഷിക രംഗം ഡൗൺ ആയിരുന്നു അല്ലെ. അപ്പൊ അതെന്താണ്, അതെന്താണ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഹരിത വിപ്ലവം, ലാൻഡ് റിഫോംസ് ഒക്കെ പോലെയുള്ള ഭൂപരിഷ്കരണം പോലത്തെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഹരിത വിപ്ലവത്തിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടായി അല്ലെ. അതായത് എൻഷുർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് അല്ലെ. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെ ഒക്കെ വില കുറഞ്ഞു അല്ലെ. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ്, ധാന്യങ്ങളുടെ ഒക്കെ വില കുറയൂലേ. അതാണ് എന്താ, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് എന്താണ്, യെസ്, ഡ്രോപ്ഡ്. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പൊക്കെ എന്താണ്, കുറഞ്ഞു. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഡിക്ലൈൻഡ്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ബെനിഫിറ്റ്സ് ആയിരുന്നു, ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 2 എഴുതി പഠിച്ചോ, അല്ലെങ്കിൽ 3 പഠിച്ചു വെച്ചോട്ടോ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഒക്കെ എന്താണ്, യെസ്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്തിനാണ്, അഡൽസ് വിത്ത് ലോ ഇൻകം ആൻഡ് റിസീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം അല്ലെ. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന പദ്ധതിയായിരുന്നു അത്. അതുപോലെ ജീവനം പദ്ധതി അല്ലെ, കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ട് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് എന്താണ്, ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒന്നായിരുന്നു ജീവനം പദ്ധതി. അതുപോലെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, BDS സിസ്റ്റം അല്ലെ, അതായത് എന്താ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി അല്ലെ. അതായത് എൻഷുറിംഗ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. PM പോഷൻ അല്ലെ, മിഡ് ഡേ മീൽ പ്രോഗ്രാം, ഉച്ചഭക്ഷണ പദ്ധതി 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്, കമ്പൽസറി ആയിരുന്ന ഫുഡ് കൊടുക്കും അല്ലെ, ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളാണ്. അതുപോലെ ഇനിയുണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ എന്താണ്, ഇതിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒരു 3-4 നിങ്ങൾ പഠിച്ചു വെച്ചോ. ഏതെങ്കിലും എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 2 ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് അയച്ച് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.